ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. മണിയമ്പിള്ള രാജുവിൻ്റെ കാർ ആക്സിഡൻ്റ് അയക്കുന്ന ആ ഒരു വാർത്ത നിങ്ങൾ രാവിലെ തന്നെ കുറച്ച് ആൾക്കാരെങ്കിലും ന്യൂസിനകത്തോടൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് രാത്രി ഏകദേശം ഒരു 9:30-10 മണി സമയത്തോടുകൂടി തന്നെയാണ് ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ഒരു ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചാണ്, ബൈക്കുകാരുടെ മിസ്റ്റേക്കാണ്. ആ രണ്ട് യുവാക്കൾക്ക് നല്ല രീതിയിലുള്ള പരിക്ക് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ മ്യൂസിയം പോലീസുകാരെടുത്തേക്കുന്ന ഈ ഒരു കേസിനെ സമീപിച്ചേക്കുന്ന ഒരു രീതിയുണ്ട്. അത് വളരെ മനോഹരമായിട്ടുള്ളൊരു രീതിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഇപ്പം നമ്മളിവിടെ റിയാക്ട് ചെയ്യുന്നത്. കാരണം വെച്ചാൽ പൈസയുള്ള ആളുകൾക്ക് ഒരു നിയമവും സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മറ്റൊരു നിയമവും എന്നുള്ള രീതിയിലാണ് ഈ പല പോലീസ് ഉദ്യോഗസ്ഥരെ കാണുന്നത്. എല്ലാവരെയും അല്ല കേട്ടോ പറയുന്നത്, നല്ലവരായിട്ടുള്ള ഒത്തിരി ഓഫീസേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിലെ ചില ആളുകൾ മാത്രം ആ ഒരു രീതിയിലാണ് കാണുന്നത്. കാര്യം ഈ ഒരു കേസിൽ മണിയമ്പിള്ള രാജുവിന് പകരം ഒരു സാധാരണക്കാരനായിരുന്നു പെട്ടിരുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ സമീപിക്കുന്നത് മറ്റൊരു രീതിയിലായിരിക്കും എന്നാണെങ്കിലും ആ ന്യൂസ് ഞാൻ കൊണ്ട് പ്ലേ ചെയ്യാം. മണിയൻപിള്ള രാജു ഓടിച്ച കാർ ഇടിച്ച് തിരുവനന്തപുരത്ത് 2 യുവാക്കൾക്ക് സാരമായി പരിക്കേറ്റു. അപകടമുണ്ടായ ശേഷം മണിയൻപിള്ള രാജു കാർ നിർത്താതെ പോയി. ട്രിവാൻഡ്രം ക്ലബിന് മുന്നിൽ രാത്രി 10 മണിയോടെയായിരുന്നു അപകടം. രാത്രി തന്നെ നടന്റെ വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും വീട് പൂട്ടിയ നിലയിലും മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത അവസ്ഥയിലുമായിരുന്നു. നിവേദിത് കൃഷ്ണ, സൂരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ യുവാക്കളിൽ ഒരാളുടെ കാലുകൾ ഒടിഞ്ഞു, രണ്ടാമത്തെ ആൾക്ക് നട്ടെല്ലിന് പരിക്കുണ്ട്. ആ അപകടത്തിന് ശേഷം ഉള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. പോലീസ് ആസ്ഥാനത്തിന് തൊട്ടടുത്ത് ട്രിവാൻഡ്രം ക്ലബിന്റെ മുമ്പിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇരുചക്ര വാഹനത്തിൽ കാറിടിച്ച് കാറും ഇരുചക്ര വാഹനവും തമ്മിൽ കൂട്ടിമുട്ടി 2 യുവാക്കൾക്ക് സാരമായി പരിക്ക് പറ്റി. ആ അപകടത്തിൽ ഓടിച്ച കാറ് നടൻ മണിയൻപിള്ള രാജുവിൻ്റെതാണ്. അദ്ദേഹം ഓടിച്ച കാറാണ് ഈ ബൈക്കുമായി കൂട്ടിയിടിച്ചത്. ഇത് പോലീസുകാർ മീഡിയാസിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്നലെ മണിയമ്പിള്ള രാജുവിനെ വിളിക്കുന്ന സമയത്തേക്കിന് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, വീട് അടച്ചു കിടക്കുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നിങ്ങൾ കേട്ടല്ലോ. ഇനി മുന്നോട്ട് ഇത് നേരെ തലതിരിഞ്ഞാണ് നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൂടെ നിങ്ങൾ മനസ്സിൽ വെച്ചേക്കുക. ഇനിയും ഇവിടെ മണിയമ്പിള്ള രാജു ആ മനുഷ്യൻ്റെ ഭാഗത്തല്ല, മിസ്റ്റേക്ക് അല്ല ഇത്. ആ കാർ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്ത് ഇങ്ങനെ ഇറങ്ങുമ്പോഴത്തേക്കിന് ഇൻഡിക്കേറ്റർ ഇട്ട് കുറച്ച് മുന്നോട്ട് 2 സൈഡ് നോക്കിയിട്ടാണ് അദ്ദേഹം ഇറങ്ങിയിട്ടുള്ളത്. ആ സമയത്തേക്ക് ബൈക്കുകാർ ഓവർ സ്പീഡിൽ വന്നിട്ട് ഇങ്ങോട്ടേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു ആക്സിഡൻ്റ് ആയിട്ട് അദ്ദേഹം വണ്ടി നിർത്താതെ അവരെ ഒന്ന് രക്ഷിച്ച് ഹോസ്പിറ്റലിൽ എത്തുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതാണ് അദ്ദേഹം അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ ഒരു എന്താ പറയുക, ഒരു സെൽഫ് ഫേസ് അല്ലേ, അപ്പോൾ ആ നാട്ടുകാരെല്ലാം കൂടിയിട്ട് വേറെ രീതിയിൽ പ്രശ്നമാവുന്നു ഒക്കെ ആ ഒരു സാധനം മൈൻഡിൽ ഉണ്ടായിരിക്കാം. എന്താണെങ്കിലും പുള്ളി പാനിക്കായിട്ട് ഒക്കെ പോയി എന്നുള്ള സാധനങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്തും പൊരുത്തക്കേടുകളുള്ള രീതിയിൽ തന്നെയാണ് ഇദ്ദേഹം ഇവിടെ ഒന്ന് സംസാരിക്കുന്നതാണെങ്കിലും ആദ്യം ഇന്ന് രാവിലെ മീഡിയാസിൻ്റെ അടുത്ത് ആദ്യം സംസാരിച്ചിരിക്കുന്ന കാര്യമുണ്ട്. അത് കേട്ടിട്ട് ഇതിനുശേഷം പറഞ്ഞിരിക്കുന്ന കാര്യത്തിലോട്ട് വരാം. ചേട്ടാ എന്താ സംഭവിച്ച രാത്രി? ഞാൻ പറഞ്ഞു, എനിക്ക് ക്യാൻസറും പരിപാടി കഴിഞ്ഞിട്ട് വെള്ളമടി അങ്ങനെ ഒന്നുമില്ല. അവിടെ ഒരു ഈ എന്താണ് ടെന്നീസിന് അവാർഡ് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ എന്തുകൊണ്ടാ, അപ്പൊ അവിടെ ഞാൻ നിന്ന് ഒരു മസാല ദോശ കഴിച്ച് ഞാൻ ഇറങ്ങി സുബ്രഹ്മണ്യ ഹാളിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ സാധാരണ അവിടുന്ന് പതുക്കെയില്ല ഇറങ്ങാൻ പറ്റുമോ, കാര്യം വണ്ടികൾ പാസ് ചെയ്യല്ലോ. നോക്കുമ്പോൾ വണ്ടിയൊന്നുമില്ല, റോഡ് ക്ലിയറാണ്. ഞാൻ ക്രോസ് ചെയ്ത് അപ്പുറത്ത് വളവ് തിരിയാൻ്റെ ആ ക്രോസിന്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഇവിടുന്നാണോ ഒരു ബൈക്ക് വന്നൊരു ഇടി അങ്ങോട്ട് ഇടിച്ച് ഇതിന്റെ ബമ്പറിൽ ഇടിച്ച് ബമ്പറും അങ്ങ് തെറിച്ച് ഇവർ രണ്ടിനും റോഡിലോട്ട് അങ്ങ് വീണ്. ഞാൻ സൈഡിലോട്ട് ഒതുക്കാൻ പോയപ്പോൾ എനിക്ക് മനസ്സിലായി വണ്ടി നിർത്തിയാൽ പിന്നെ ഓഫായി പോകും. പിന്നെ എനിക്ക് അങ്ങ് പേടി, എന്റെ ജീവിതത്തിൽ ആദ്യമാണ്. ഞാൻ നേരെ ഓടിച്ച് ജവഹർനഗറിൽ വന്നു. അപ്പൊ രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോകണം. എനിക്ക് അങ്ങ് ഞാൻ രാത്രി ഉറങ്ങിയിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ജീവിതത്തിൽ ആദ്യമല്ലേ. അതെ, അവർക്ക് ഒരു പയ്യന്റെ കാലൊടിഞ്ഞിട്ടുണ്ട്, ഒരു പയ്യന്റെ ഡിസ്കിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ചേട്ടൻ തന്നെയാണ് ഓടിക്കുന്നുള്ള കാര്യമൊക്കെ CCTV തന്നെ മനസ്സിലാവുമല്ലോ. അപ്പൊ മാത്രമേ നമുക്ക് ഞാൻ കള്ളം പറയത്തില്ലല്ലോ. ചേട്ടൻ ഒറ്റക്കായിരുന്നല്ലോ വണ്ടിയല്ലേ അല്ലേ? അതെ, ഞാൻ ഒറ്റക്കായിരുന്നു. ഓക്കെ. ഇപ്പൊ വണ്ടി ഇവിടെ ഉണ്ട്? വണ്ടി ഇവിടെ ഉണ്ട്, ജവഹർനഗറിലുണ്ട്. വണ്ടി ഇവിടെ ജവഹർ നഗറിലുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ചേക്കുന്നത്. എന്നാൽ പോലീസുകാർ ഈ വണ്ടി കസ്റ്റഡി എടുത്തേക്കുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ലാസ്റ്റ് നോക്കുമ്പോൾ ഒരു മനോരമയുടെ ഓൺലൈൻ്റെ ആണെന്ന് തോന്നുന്നു പോസ്റ്റ് കണ്ടിരുന്നു. വണ്ടി പിന്നീട് കസ്റ്റഡി എടുത്തു എന്നുള്ള കണ്ടിരുന്നു. അപ്പോൾ ഇത്രയും താമസമൊക്കെ ഉണ്ടായെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം. ഇദ്ദേഹം ഇന്നലെ രാത്രി 9:30-10 മണി സമയത്തോട് നടന്നേക്കുന്ന ഈ ഒരു ആക്സിഡൻ്റ് ആണ്. അപ്പം ഇതിനകത്ത് അദ്ദേഹം പാനിക്കായിട്ട് പെട്ടെന്ന് പോയി എന്നുള്ളൊരു സാധനമാണ് ഇദ്ദേഹം ഇവിടെ പറഞ്ഞേക്കുന്നത്. പക്ഷേ അതിനുശേഷം മീഡിയാസിൻ്റെ മുന്നിൽ മറ്റ് ചില കാര്യങ്ങളൂടെ പറയുന്നുണ്ട്. സുബ്രഹ്മണ്യ ഹാളിലുള്ള മറ്റാരെയൊക്കെയോ വിളിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതോടെ നമുക്കൊന്ന് കേൾക്കാം. ആക്സിഡന്റ് എന്താ സംഭവിച്ചത്? ബൈക്ക് വന്ന് വണ്ടി ഇടിക്കുകയായിരുന്നു. നിങ്ങൾക്ക് CCTV കാണാൻ പറ്റും. പിന്നെ എന്താ നിർത്താതെ പോയെന്താണ്? നിർത്താതെ അപ്പുറത്തെ ഒരു സിറ്റുവേഷനിൽ എനിക്കൊന്നും അത് സുഖമില്ല, ഞാൻ പാനിക്കായി പോയി. ഒരു മിനിറ്റ് സാവകാശം, എല്ലാവർക്കും ഉള്ള സമയം. ചോദിച്ചോളൂ. അതെ, ഞാൻ ഇടിച്ചിട്ട് അങ്ങനെ നിർത്താതെ പോകുന്നതല്ല. വണ്ടിയിൽ എന്റെ വണ്ടി വന്ന് ഇടിക്കുകയായിരുന്നു സ്പീഡിൽ വന്നിട്ട്. ഞാൻ വേണ്ട ക്ലബിന്റെ മുമ്പിൽ നിന്ന് ക്രോസ് ചെയ്യാൻ പതുക്കെയല്ലേ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് CCTV കാണാം. ഞാൻ ക്രോസ് ചെയ്ത് ഇവർ എന്തോ ശബ്ദം കേട്ട് ഇവർ താഴെ വീഴുന്നുണ്ടപ്പോൾ ആക്സിഡന്റ് ആണ് മനസ്സിലായി. അപ്പോൾ തന്നെ ഞാൻ പെർപ്ലസ്ഡായി. ഉടനെ തന്നെ ഞാൻ സുബ്രഹ്മണ്യ ഹാളിൽ നിന്ന് ഫ്രണ്ട്സിനെ വിളിച്ച് പറഞ്ഞാൽ ഒരു ആക്സിഡന്റ് എടുത്തിട്ട് പെട്ടെന്ന് ആംബുലൻസ് എന്തെങ്കിലും ഇറങ്ങി, എനിക്ക് ഇറങ്ങാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി.
ഇവിടെ അദ്ദേഹം പറയുന്നത് സുബ്രഹ്മണ്യ ഹാളിൽ ഇരിക്കുന്ന ആളുകളെ വിളിച്ച് സംസാരിച്ചു എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട്, എന്നാൽ ആദ്യം മീഡിയാസിൻ്റെ സംസാരിക്കുമ്പോഴത്തേക്കിന് ഈ ഒരു കാര്യം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ വിട്ടുപോയതായിരിക്കാം. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ നിർത്തി ഇവരെ രക്ഷിക്കാൻ പോകുമെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്നൊക്കെ പേടിച്ചിട്ടൊക്കെ ആയിരിക്കാം. പക്ഷേ എന്തിൻ്റെ പേരിലാണെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല. കാര്യം അങ്ങനെ ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് നിൽക്കുന്ന മിസ്റ്റേക്ക് ആണെങ്കിലും നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് തട്ടിയാന്ന് പറഞ്ഞാലും 2 ജീവനുകളാണ്. അത് രക്ഷിക്കാൻ നമ്മൾ കാണിക്കണം ഒരു ബേസിക് മര്യാദ എന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കൽ കണ്ടീഷനും അതൊക്കെ ഈ ഒരു കാര്യത്തിൽ ബാധകമായിട്ടുണ്ടാവാം. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും സുബ്രഹ്മണ്യ ഹാളിൽ ഇരിക്കുന്ന ആളെ വിളിച്ച് സംസാരിച്ചു എന്ന് പറയുമ്പോഴത്തേക്കിന് അവിടെ ആക്ച്വലി അവരെ വന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ആ സുബ്രഹ്മണ്യ ഹാളിലെ ആൾക്കാരൊന്നും അല്ല, നാട്ടുകാരായിരുന്നു വന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഈ സുബ്രഹ്മണ്യ ഹാളിൽ ഉണ്ടായിരുന്ന ആരെയോ അദ്ദേഹം വിളിച്ചു പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്. നമുക്ക് പ്രാഥമികമായി മനസ്സിലാകുന്നത് ഈ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഒരാളുടെ തോളിനും നട്ടലിനും മറ്റൊരാളുടെ കാലിന് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ട്. ഈ 2 പേരെയും അവിടെ ആ ഫുട്പാത്തിൽ നാട്ടുകാരെടുത്തിരുത്തി വാഹനം വിളിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് പോലെ സുബ്രഹ്മണ്യ ഹാളിൽ ആരെയെങ്കിലും വിളിച്ച് ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവർ ഓടിയെത്തേണ്ടതാണ്. ഇനി രണ്ടാമതൊരു കാര്യം, ഒരു വാഹനത്തിൽ വന്ന് ഇരുചക്ര വാഹനവുമായി കൂട്ടിയിടിച്ചു ബമ്പർ ഹെഡ്ലൈറ്റിന്റെ ഒരു ഭാഗവും പൊളിഞ്ഞു പോയൊരു വാഹനവുമായി അദ്ദേഹം നിർത്താതെ പോയി എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹം എന്തോ ഭയന്ന് കടന്നു കളഞ്ഞാണ്. ഇവിടെ മീഡിയാസിനൊരു കാര്യമുണ്ട്, എല്ലാ മീഡിയാസും ഇതുപോലെ നല്ല രീതിയിൽ ഈ ഒരു വിഷയത്തെ നല്ല രീതിയിൽ പൊലിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാര്യം പുള്ളി വേറെ ഡ്രങ്കൺ ഡ്രൈവ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ തന്നെ. പക്ഷെ ഇതിനകത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ രാത്രി 9:10 മണി സമയത്ത് നടന്നിരിക്കുന്ന ഒരു ആക്സിഡൻ്റ് ആണ്. ഇപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം പിന്നീട് സ്റ്റേഷനിൽ ഹാജരാവുന്നത് ഇന്ന് രാവിലെ ആ ഒരു ടൈം ഏകദേശം ഒരു 12 മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ്. ഈ മെഡിക്കലൊക്കെ എടുക്കുന്നതിൻ്റെ ഒരു ഗോൾഡൻ അവേഴ്സ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിനുശേഷം വന്ന് നമ്മുടെ മെഡിക്കൽ എടുത്തു കഴിഞ്ഞാലും പ്രത്യേകിച്ചൊന്നും ബ്ലഡിനകത്തൊന്നും അറിയാനൊന്നും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പം അത്രയും ഒരു സാവകാശം ആ ഒരു വ്യക്തിക്ക് കൊടുത്തു എന്നുള്ളത് ഇതിനകത്തിൽ നമ്മൾ പോലീസുകാരെ ചോദ്യം ചെയ്യേണ്ടുന്ന ഒരു കാര്യം. ഏതൊരു സാധാരണക്കാരനാണെങ്കിൽ ഇതൊരു നോർമൽ പ്രൊസീജിയറാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നടക്കുക എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു കാര്യം സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു ഗോൾഡൻ അവേഴ്സിനെ സ്കിപ്പ് ചെയ്യാനെ കൊണ്ട് ഇവിടുത്തെ പോലീസുകാർ, ഈ പറയുന്ന മ്യൂസിയം പോലീസുകാർ അതിന് വളം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിൽ വിളിച്ചു പറഞ്ഞു രാവിലെ എത്തിക്കൊള്ളാം, വയ്യാത്ത ആളാണ്. എന്നെ കൊണ്ട് വയ്യ, ഞാനൊരു ക്യാൻസർ പേഷ്യന്റ്. ഇപ്പൊ ചിക്കൻ കുനിയെ അടിച്ചാൽ നിൽക്കുന്നത് നിങ്ങൾക്ക് പകരില്ല, പേടിക്കണ്ടേ, കൊതു അടിച്ചാലേ പരത്തുള്ളൂ. അങ്ങനെ വയ്യാത്ത നിൽക്കുന്നതാണ്, വീട്ടിൽ വൈഫ് ഒറ്റയ്ക്കുള്ള, അതുകൊണ്ട് പോയതാണ്. അത് എന്റെ പേരിലൊരു തെറ്റായിരിക്കും. അത് വിളിച്ചറിയിച്ചു. പിന്നെ രാത്രി വരാൻ ബുദ്ധിമുട്ടുള്ള അസുഖമാണ്, രാവിലെ വന്നാൽ മതി. പിന്നെ അത് തീർച്ചയായിട്ടും കൊടുക്കണം. ഇവിടെ പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടില്ലേ? അതായത് പോലീസുകാരെ വിളിച്ച് പറയുമ്പോഴത്തേക്കിന് പിറ്റേ ദിവസം ഹാജരായപ്പോഴേക്കും ഇപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് അവർക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് പോലീസുകാർ ഇവിടെ പറഞ്ഞത്. പിന്നെ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഭാര്യ വീട്ടിൽ ഒറ്റയ്ക്കാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പോയെന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്നാൽ ആദ്യം മീഡിയസിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് ഞാൻ പാനിക്കായി പോയി, അന്നേരം പെട്ടെന്ന് പേടിച്ചങ്ങ് പോയതാണെന്ന് പറയുന്നത്. അതിനുശേഷം പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നീട് സുബ്രഹ്മണ്യ ഹാളിൽ ഇരിക്കുന്ന ആരെയൊക്കെ വിളിച്ച് പറഞ്ഞിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷമാണ് ഈ പറയുന്ന ഭാര്യ ഒറ്റയ്ക്കാണെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പറയുന്ന ഫിസിക്കൽ കണ്ടീഷൻ്റെ ഒക്കെ അതുകൊണ്ടൊക്കെ ഉള്ള ആ ഒരു ടെൻഷനും പാനിക്കൊക്കെ ആയതുകൊണ്ടായിരിക്കും ആ രീതിയിലൊക്കെ സംസാരിക്കുക. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പോലീസുകാരെ കഴിഞ്ഞ ദിവസം തന്നെ ഇദ്ദേഹം വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയുള്ളപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, ഇദ്ദേഹം ഇവിടെ മനഃപൂർവ്വമായിട്ട് 2 ആൾക്കാരെ ഇടിച്ചിടണമെന്ന് വിചാരിച്ചിട്ട് നരഹത്യ ചെയ്യണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്തു, അതൊന്നും അല്ല കേട്ടോ നമ്മളിവിടെ പറയുന്നത്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് അല്ല, ബൈക്കാരുടെ ഓവർ സ്പീഡിൽ അവർ വന്നേക്കുന്ന അവരുടെ മിസ്റ്റേക്കാണ്. പക്ഷെ ഇവിടെ പോലീസുകാർ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഈ രീതിയിലാണോ പ്രവർത്തിക്കുക എന്നുള്ളത്. കാര്യം മീഡിയാസിൻ്റെ അടുത്ത് ആദ്യം പോലീസുകാരൊക്കെ പറയുന്നത് വെച്ചാൽ തലേ ദിവസം രാത്രിയിൽ ഫോണിൽ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു, വീട്ടിലേക്ക് വരുന്ന സമയത്തേക്ക് വീട് അടച്ചു കിടക്കുമായിരുന്നു പറഞ്ഞിരിക്കുന്നത് ഇതേ ആൾക്കാർ. ഓക്കെ, അതേസമയം രാവിലെ അദ്ദേഹം തന്നെ മണിയമ്പിള്ള രാജു അദ്ദേഹം തന്നെ വന്ന് സംസാരിക്കുകയാണ്, തലേ ദിവസം പോലീസുകാരെ വിളിച്ച് ഈ ഒരു കാര്യം സംസാരിച്ചിരുന്നു, അവർ ഓക്കെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു എന്നുള്ള കാര്യങ്ങൾ. ഇവിടെ ഒരു സാധാരണക്കാരൻ, ഇപ്പം നിങ്ങളോ നമ്മളോ ഒക്കെയാണ് ഇതുപോലൊരു എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് പോലീസുകാർ പറയാം ഓക്കെ കുഴപ്പമില്ല ഞാൻ നാളെ ഹാജരായിക്കോളാം എന്ന് പറയുമ്പോഴത്തേക്കിന് എത്ര ഉദ്യോഗസ്ഥർ ഇതുപോലെ നമ്മുടെ ഓക്കെ കുഴപ്പമില്ല എന്ന് പറയാം. സ്പോട്ടിൽ നമ്മുടെ വണ്ടി ഹാജരാക്കാൻ പറയും, പെട്ടെന്ന് പോയി മെഡിക്കൽ എടുപ്പിക്കും, അങ്ങനെ കുറേ സംഭവം ഉണ്ടായില്ല. ഇതുപോലുള്ള സിറ്റുവേഷനിലൂടെ മുമ്പ് നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഓക്കെ, പൈസക്കാർക്കൊരു നിയമം, സാധാരണക്കാർക്ക് മറ്റൊരു നിയമം. ഇനി ഒരു കാറ് എന്തുകൊണ്ട് പെട്ടെന്ന് കസ്റ്റഡിയിൽ എടുത്തില്ല എന്നുള്ള രീതിയിലൂടെ രാവിലെ മീഡിയാസ് ചോദിക്കുന്ന സമയത്തേക്കിന് പോലീസുകാർ പറയുന്നത് കേൾക്കാം. കാർ എവിടെയാണ്? കാറ് കാണാൻ പോലീസ് ഇത് സംരക്ഷിക്കുന്നുണ്ടോ? നിങ്ങൾ ഇന്നലെ ഇത്രയും ഡ്യൂട്ടി ചെയ്യണം, നമ്മൾ ചെയ്യുമ്പോൾ കാർ എവിടെയാണ്? നിങ്ങൾ ആരെയാണ് സമയം വരുന്ന ആരെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ആരെയാണ്? നമ്മൾ ഡ്യൂട്ടി അതിന് മറുപടിയില്ല. പോലീസ് ഒരു വിധത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് ഇവിടെ പോലീസുകാർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, നിങ്ങളുടെ ഡ്യൂട്ടിയാണ്. പക്ഷേ ഈ ഡ്യൂട്ടി ഇപ്പം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഒന്നുമില്ല, അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷനൊക്കെ മാനിച്ചിട്ടൊക്കെ തന്നെ ആയിരിക്കും നിങ്ങൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്തിട്ടുണ്ടാവുക.
പക്ഷേ ഇതൊരു സാധാരണക്കാരൻ ഇതേ രീതിയിൽ തന്നെയാണോ നിങ്ങൾ ഇത്തരത്തിൽ അവരെ ട്രീറ്റ് ചെയ്യുക? സിമ്പിളായിട്ട് ഇപ്പം ഒരു നോർമൽ പ്രൊസീജിയർ അല്ലേ, ഇപ്പം എന്തും ആയിക്കോട്ടെ, ഇപ്പം അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഒക്കെ ആയിക്കോട്ടെ, നമ്മൾ അദ്ദേഹത്തിനെ മോശമായിട്ടൊന്നും പറയാം, അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്ക് അല്ല. പക്ഷേ ഒരു സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ എത്ര നിരപരാധിയാണെന്ന് പറഞ്ഞാലും ഇതൊരു നോർമൽ പ്രൊസീജിയർ നിയമത്തിലുള്ളൊരു സാധനം തന്നെയാണ്. അങ്ങനെയുള്ളപ്പം ഇത് ഒരു 12 മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ ഒരു മെഡിക്കൽ എടുക്കുക, ഇത്തരം കാര്യങ്ങളൊക്കെ, എന്നിട്ട് വാഹനം കസ്റ്റഡി എടുക്കുക, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു പ്രൊസീജിയർ ഇത് ഏതൊരു സാധാരണക്കാരൻ്റെ അടുത്താണെങ്കിലും ചെയ്യുന്നൊരു കാര്യമല്ലേ. പക്ഷേ പൈസ ഉള്ള ആളുകളാകുമ്പോഴത്തേക്കും ഇത് നേരെ തിരിഞ്ഞ് ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുമ്പോഴത്തേക്കിന് നിങ്ങളെ പറ്റിയിട്ട്, ഈ ഉദ്യോഗസ്ഥരെ പറ്റിയിട്ട് നമ്മൾ എന്ത് വേണം മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. ഇപ്പം നിരന്തരമായിട്ട് കുറച്ച് അധികം നാളുകളായിട്ട് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന പല വീഴ്ചകളെ പറ്റിയിട്ട് നമ്മൾ തന്നെ എന്തോരം വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പം ഇപ്പം നല്ലവരായിട്ടുള്ള ആ രീതിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഒരുപാട് നല്ല ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ അവർക്ക് കൂടി നിങ്ങൾ നാണക്കേട് ഉണ്ടാക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് നേരെ കേൾക്കേണ്ടി വരുന്ന ഈ ഒരു വിമർശനങ്ങളില്ലേ, ഇപ്പം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്ന വലിയൊരു പിഴവ് തന്നെയാണ്. കാര്യം പൈസ ഉള്ളവനൊരു നിയമം, പൈസ ഇല്ലാത്ത സാധാരണക്കാരന് മറ്റൊരു നിയമം. ഓക്കെ, ഇപ്പം ഇത്തരത്തിൽ ഇത് ആദ്യത്തെ ഒരു കേസിൽ ഇതുപോലെ സെൽഫ് ഫേസിലുള്ള ഒരാൾ ആക്സിഡന്റ് ആയിരിക്കും. ഇതിന് മുമ്പും എത്രയോ വർഷങ്ങൾക്ക് മുന്നും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ട് പല ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഇത്തരമുള്ള ആളുകളെയൊക്കെ ഭയങ്കരമായിട്ട് ഫേവർ ചെയ്ത് നിൽക്കുകയും എന്നാൽ ഒരു സാധാരണക്കാരനാകുമ്പോഴത്തേക്കിന് അത് മറ്റൊരു രീതിയിൽ കാണുകയും ചെയ്യണം. ഇവിടെ മണിയൻപിള്ള രാജു അദ്ദേഹത്തിനെ ആണെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ക്രൂശിക്കണം, ഇത് ചെയ്യണം, അതൊന്നും അല്ലോട്ടോ ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതൊരു നോർമൽ പ്രൊസീജിയറാണ്. പക്ഷേ ആ ഒരു പ്രൊസീജിയർ പോലും സ്കിപ്പായി പോകുന്ന ആ ഒരു ഗോൾഡൻ അവേഴ്സിലുള്ള മെഡിക്കൽ എടുക്കുക, ഈ കാര്യങ്ങളൊക്കെ സ്കിപ്പായി പോകുന്നത്. അദ്ദേഹം മദ്യപിക്കാത്തൊരു വ്യക്തിയാണ്, ക്യാൻസർ വന്നതിന് ശേഷം മദ്യപിക്കാത്തൊരു വ്യക്തിയാണെന്നൊക്കെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. എങ്കിലും ഈ ഒരു പ്രൊസീജിയർ ഇതൊക്കെ നടക്കേണ്ടുന്ന ഒരു കാര്യമല്ലേ? ഇതിവിടെ പ്രോപ്പറായിട്ട് നടക്കേണ്ടത് കാര്യമില്ല. സാധാരണക്കാരനാണെങ്കിൽ പ്രോപ്പറായിട്ട് അത് അവിടെ നടക്കും, അതല്ലാത്ത ഒരാളാണെങ്കിൽ അങ്ങനെയല്ല. എന്തായാലും കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എന്താണെങ്കിലും ഇത്രയും കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.